നമസ്കാരം. നമ്മുടെയൊക്കെ കുട്ടിക്കാല നൊസ്റ്റാൾജിയകളിൽ പ്രധാനിയാണ് പഞ്ഞിമിഠായി, അല്ലേ? പഞ്ഞിമിഠായി ഇല്ലാതെ എന്ത് ഉത്സവപ്പറമ്പ്, എന്ത് പള്ളിപ്പെരുന്നാൾ, ബീച്ച്, മദാമ്മ പൂട, സായിപ്പ് പൂട, ഇങ്ങനെ പേരുകൾ പലതരം. ട്രാൻസ്പെറന്റ് കവറിൽ കടുത്ത പിങ്ക് വർണ്ണത്തിൽ എവിടെ നിന്ന് നോക്കിയാലും തെളിഞ്ഞു കാണാൻ തക്ക എടുപ്പോടെ നിൽക്കുന്ന പഞ്ഞിമിഠായി കാണാൻ തന്നെ നല്ല ചേലാണ്. ഇപ്പോഴും കൊച്ചുകുട്ടികളുടെയൊക്കെ ഇഷ്ടമധുരമാണ് പഞ്ഞിമിഠായി. എന്നാൽ ഈ പഞ്ഞിമിഠായി വളരെ അപകടകാരിയാണ്. അതെത്ര പേർക്കറിയാം? ഇന്നലെ തമിഴ്നാട്ടിൽ പഞ്ഞിമിഠായിയുടെ വിൽപ്പന നിരോധിച്ചുകൊണ്ട് ഉത്തരവിറങ്ങിയതോടെയാണ് പഞ്ഞിമിഠായിയിൽ ഒളിഞ്ഞിരിക്കുന്ന വില്ലനെക്കുറിച്ച് അറിയുന്നത്. ക്യാൻസറിന് കാരണമാകുന്ന ഒരു രാസവസ്തുവിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് തമിഴ്നാട്ടിൽ പഞ്ഞിമിഠായിയുടെ വിൽപ്പന നിരോധിച്ചത്. തമിഴ്നാട് ആരോഗ്യമന്ത്രി എം സുബ്രഹ്മണ്യനാണ് പഞ്ഞിമിഠായിയുടെ വിൽപ്പന കർശനമായി നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. ചെന്നൈയിലെ ബീച്ചുകളിലും പാർക്കുകളിലും മറ്റും വിൽക്കുന്ന പഞ്ഞിമിഠായിയുടെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്നാണ് തമിഴ്നാട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ക്യാൻസർ ഉണ്ടാക്കുന്ന രാസവസ്തുവിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. പഞ്ഞിമിഠായിയിൽ ചേർക്കുന്ന നിറത്തിൽ അടങ്ങിയിരിക്കുന്ന റോഡമിൻ ബി എന്ന രാസവസ്തുവാണ് ക്യാൻസർ ഉണ്ടാകാൻ കാരണമാകുന്നത്. റോഡമിൻ ബി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് 2006 ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പ്രകാരം കുറ്റകരമാണെന്നും തമിഴ്നാട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മുൻപ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മറീന ബീച്ചിൽ നടത്തിയ റെയ്ഡിലാണ് അപകടകാരിയായ രാസവസ്തു അടങ്ങിയ പഞ്ഞിമിഠായികൾ പിടിച്ചെടുത്തത്. US നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ വെബ്സൈറ്റ് അപകടകാരിയായി വിലയിരുത്തിയ രാസവസ്തുവാണ് റോഡമിൻ ബി. ഭക്ഷ്യവസ്തുക്കളിൽ ഉപയോഗിക്കുന്ന ഫുഡ് കളറന്റാണിത്. മുളക് പൊടിയിലും മറ്റും വളരെ ചെറിയ അളവിൽ റോഡമിൻ ബി ഉപയോഗിക്കുന്നതായി കാണപ്പെടാറുണ്ട്. റോഡമിൻ ബിയുടെ ദീർഘകാലത്തെ ഉപയോഗം ശരീരകോശങ്ങൾ നശിക്കാൻ വരെ കാരണമാകും. റോഡമിൻ ശരീരത്തിൽ പ്രവേശിക്കുന്നതോടെ ഈ രാസവസ്തു കോശങ്ങളിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കും. പിന്നാലെ കരളിന്റെ പ്രവർത്തനം താളം തെറ്റുകയും ക്യാൻസറിന് വരെ കാരണമാവുകയും ചെയ്യും. ഒപ്പം തലച്ചോറിലെ സെറിബെല്ലം കോശങ്ങളിലും ബ്രെയിൻ സ്റ്റെമ്മിലും അപോപ്റ്റോസിസിന്റെ വേഗത കൂട്ടുകയും ചെയ്യും. ശരീരത്തിന്റെ ചലനം, കൃത്യത എന്നിവയിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഭാഗമാണ് തലച്ചോറിലെ സെറിബെല്ലം. അതുകൊണ്ട് തന്നെ സെറിബെല്ലത്തിലെ കോശങ്ങൾ നശിക്കുന്നതോടെ നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ശരീരം വിറയ്ക്കും, കൈകാൽ വേദന വരെ ഉണ്ടാകും. തലച്ചോറിന്റെ താഴെയായി നട്ടെല്ലിനെ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ബ്രെയിൻ സ്റ്റെം. ഉറങ്ങുക, ഉറങ്ങി ഉണരുക, ഈ പ്രക്രിയ, ശ്വസന ഹൃദയ സംബന്ധമായ നിയന്ത്രണങ്ങൾ, സെറിബ്രം, സെറിബെല്ലം, നട്ടെല്ല് ഇവ തമ്മിലുള്ള ആശയവിനിമയം എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നത് ബ്രെയിൻ സ്റ്റെം ആണ്. റോഡമിൻ ബി ശരീരത്തിൽ എത്തുന്നതോടെ ഈ പ്രവർത്തനം മൊത്തം അവതാളത്തിലാകും. റോഡമിൻ ബിയുടെ സാന്നിധ്യത്തിന്റെ പേരിൽ പോണ്ടിച്ചേരിയിലും പഞ്ഞിമിഠായിയുടെ വിൽപ്പന നിരോധിക്കാൻ ലഫ്റ്റനന്റ് ഗവർണർ തമിഴിസൈ സുന്ദരരാജൻ മുൻപ് ഉത്തരവിട്ടിരുന്നു. ഏതായാലും നമ്മുടെ സംസ്ഥാനത്തും നിരവധി സ്ഥലങ്ങളിൽ പഞ്ഞിമിഠായി ഇപ്പോഴും കാണാം. വളരെയധികം സൂക്ഷിക്കുക. ഒരു കാരണവശാലും അത് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാതിരിക്കുക. ഒപ്പം കേരള സർക്കാരും എത്രയും പെട്ടെന്ന് ഇത് നിരോധിക്കാനുള്ള തീരുമാനമെടുക്കണം.